ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കാട ഫ്രൈ. ഒരു പ്രത്യേകതരം മസാലക്കൂട്ടൊക്കെ ഇട്ട് നമുക്ക് കാട ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കാട ഫ്രൈക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 2 സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കോൺഫ്ലോർ വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പെരുംജീരകപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമേ നമുക്ക് കാട ഫ്രൈ തയ്യാറാക്കാനായി അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ. നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒരു 2 ടീസ്പൂണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു. മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കാട ഓരോന്നോരോന്നിട്ട് നമുക്ക് മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കാം. കാട നല്ല നടുവേ പൊളന്ന് വരയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല തേച്ച് കൊടുക്കാം. കാട നല്ല മസാല പിടിക്കണം. കാട നല്ല മസാലയെല്ലാം നല്ല തേച്ച് മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കണം. എന്നാൽ മാത്രമേ ഈ മസാല എണ്ണയിലിടുമ്പോൾ ഇളകി പോകാതിരിക്കുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു 1 മണിക്കൂർ നല്ല റെസ്റ്റ് ആക്കാൻ വേണ്ടി വെക്കണം. അന്നേരം ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് ഇവനെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് 1 മണിക്കൂർ സമയമായിട്ടുണ്ട്. നമുക്ക് കാട ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെക്കുന്നു. വെളിച്ചെണ്ണ ഫ്രൈ ചെയ്താലേ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടായി വരട്ടെ, എന്നിട്ട് വേണം കാട ഇടാൻ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മുക്കി അങ്ങ് പൊരിച്ചെടുക്കായിരുന്നു. കാടയൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാട നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. എണ്ണയൊക്കെ തോന്നട്ടെ. നല്ല ക്രിസ്പി കാട ഫ്രൈ. 2 സവോളയുടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയിലാണ് ഇച്ചിരി മസാല വേണം, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി 2 സവോള എടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞ 2 സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു കുറച്ച് ചെറിയുള്ളി കൂടി ഇട്ട് ഇതിലോട്ട് നമ്മൾ ഇച്ചിരി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശകലം കാശ്മീരി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇച്ചിരി വിനീഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. കാട വെച്ച സെയിം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഉണിയും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരി അങ്ങോട്ട് ഇടാം. കാടയും അതിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാട ഫ്രൈ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. മസാലയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഇതുവരെ കാട ഫ്രൈ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഞാൻ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും.
നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.